ഫസ്റ്റ് അപ്ഡേറ്റ് വന്ന അന്ന് മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ഇന്നിറങ്ങിയ അജിത് കുമാറിന്റെ വിടാമുയർച്ചി. അതിന് കാണുന്ന ഒരു സ്റ്റാർ സിനിമ ആയതുകൊണ്ടല്ല, മുന്തിനം പാർത്തനെ, തടം, തടയാരത്താക്ക, മീകാമൻ, കലകത്തലവൻ തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടറായ മകിഴ് തിരുമേനി. ഈ ഒരു പേര് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോ കാണാൻ തീരുമാനിച്ചത്. എൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല. നല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈഡ് ആക്കിയ ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഇറങ്ങിപ്പോയ ഒരു സിനിമ തന്നെയാണ്. ഇതിനെപ്പറ്റി നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടു. കാരണം ഇതിന്റെ ഡയറക്ടർ ഇതിനെപ്പറ്റി എന്താണ്, മകിഴ് തിരുമേനിയുടെ ഇന്റർവ്യൂസ് കണ്ടാലറിയാം എന്താണ് ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്റ്റാറിനെ വെച്ച് ചെയ്യേണ്ട ഒരു സിനിമയൊന്നും അല്ല. അജിത് കുമാറിനെ പോലെ ഒരു നടൻ എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ ഒരിക്കലും സമ്മതിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൽ കൂടുതലും മരുഭൂമിയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള സിനിമയാണ്. സിനിമ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ്. അല്ലാതെ ചില റിവ്യൂകൾ പറയുന്ന പോലെ ടേക്കണെ, ജോക്കർ, ഹാർലി ക്വിൻ ഈ സിനിമകളുടെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയുടെ അഡാപ്റ്റേഷൻ ആണ് എന്ന് ഒഫീഷ്യലി ഇപ്പോൾ വിക്കിപീഡിയയിൽ കിടപ്പുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് വിചാരിച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയതും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കണ്ടാലറിയാം ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആൾ സംസാരിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു അഡാപ്റ്റേഷൻ തന്നെ ആയിരിക്കുമെന്ന്. ഉറപ്പായിട്ടും അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് അജിത്തും തൃഷയും ഭാര്യ ഭർത്താക്കന്മാരാണ്. 12 വർഷമായിട്ട് ഇവർ ഒരുമിച്ചാണ്. ഇവരുടെ 4 കാലഘട്ടം കാണിക്കുന്നുണ്ട്. 12 വർഷം മുന്നേ ഉള്ള കാലഘട്ടം കാണിക്കുന്നുണ്ട്, 8 വർഷം മുന്നേ ഉള്ള കാലഘട്ടം കാണിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, അതിന് മുന്നേ ഉള്ള കുറച്ച് നാൾ മുന്നേ ഉള്ള കാലഘട്ടവും കാണിക്കുന്നുണ്ട്. ഇതിൽ 12 വർഷം മുന്നേ ഉള്ളത് കാണിക്കുമ്പോൾ ക്ലീൻ ഷേവ് ആയിട്ടൊക്കെ അജിത്തിനെ കാണിക്കുന്നുണ്ട്. അത് പ്രായം എടുത്ത് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ 8 വർഷം മുന്നേ ഉള്ള ലുക്ക് കാണിക്കുന്നുണ്ട്. ഇച്ചിരി താടിയൊക്കെ വെച്ച്, താടി മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്. ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലുക്ക്, കിഡിലൻ ലുക്കായിരുന്നു. ലുക്ക് വൈസ് മാത്രമല്ല, തൃഷ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അന്നൊന്നുമല്ല ഒരുപോലെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ ഒരു കിഡിലൻ ആയിട്ട് തന്നെ ഒരു പേരായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇവർ തമ്മിൽ പോകുന്ന ഒരു യാത്ര, അസർബൈജാനിലെ മരുഭൂമിയിലൂടെ ഇവർ പോകുന്നു. മരുഭൂമി പോലെ ഇരിക്കുന്ന ഒരു പ്രദേശത്തൂടെ ഇവർ പോകുന്ന യാത്ര, അതിനിടയിൽ നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയുടെ അഡാപ്റ്റേഷൻ രീതിയിൽ തന്നെയാണ് ഈ സിനിമ പോയിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിരുന്നാൽ മതി. പിന്നെ സാധാരണ സിനിമകൾ കാണുന്ന പോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സോ അല്ലെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ബിൽഡപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ സിനിമയിലുള്ളത്. ഒരു നോർമൽ മനുഷ്യൻ, നോർമൽ പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യും അതുപോലെയായിരുന്നു അതിൽ അജിത്തിന്റെ ഇതിൻ്റെ അകത്ത് മുഴുവൻ ആക്ടിവിറ്റീസ് എല്ലാം അതുപോലെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് പുള്ളി എന്താണോ പുള്ളിക്ക് വേണ്ടതാണോ എന്താണോ പുള്ളിയുടെ ലൈഫ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ പുള്ളി അതിനെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒരു വിടാമുയർച്ചി എന്ന് പറയുന്നത് 2 വർഷത്തെ ഈ സിനിമയുടെ ക്രൂവിന്റെ വിടാമുയർച്ചി തന്നെയാണ്. അത് ഡയറക്ടറുടെ ഇന്റർവ്യൂസ് കണ്ടാൽ അറിയാം അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയെടുത്തതെന്ന്. അതുപോലെ വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമ എന്ന് തന്നെ പറയാം. നല്ലൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നി. നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കുറെ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ കണ്ടു. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നില്ല. വളരെ വിഷ്വലി ആണെങ്കിലും ഓംപ്രകാശാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച വിഷ്വൽസ്. അതുപോലെ മ്യൂസിക് അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല, അനിരുദ്ധിന്റെ ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ തന്നെയുണ്ട്. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ഏരിയയിലുള്ള മ്യൂസിക് ഒന്നും എനിക്ക് അത്രയ്ക്ക് വലുതായിട്ട് തോന്നിയില്ല. പാട്ടൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല രസമായിട്ട് തന്നെ സിനിമയുടെ ഒഴുകിനനുസരിച്ച് തന്നെ കിടലിനായിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടേക്കോ അനിരുദ്ധിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അവസാനത്തെ ഏരിയയിലൊക്കെ മിസ്സായതുപോലെ എനിക്ക് തോന്നി. പിന്നെ അർജുൻ സർജ, റെജിന ഇവരുടെയൊക്കെ പെർഫോമൻസ് എല്ലാവരുടെയും ഓവറോൾ നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ കൂടുതൽ സ്പോയിലറായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു നോർമൽ ഒരു സിനിമ പ്രതീക്ഷിക്കാതെ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മകിഴ് തിരുമേനി എന്നുള്ള ഡയറക്ടറിന്റെ മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. ഫ്രെയിംസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് നല്ല രീതിയിൽ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഇന്റർവ്യൂസ് ആണ് മകിഴ് തിരുമേനിയുടേത്. കാരണം ഫ്രെയിം ബൈ ഫ്രെയിം ഓരോ വിഷ്വൽസിനും ഓരോ അർത്ഥങ്ങൾ കൊടുത്താണ് ഇദ്ദേഹം കഥ പറയുന്നത് തന്നെ. നമ്മുടെ ഇവിടെ പറയുന്നത് പോലെ ഓരോ ഫ്രെയിമിൽ ഓരോ അർത്ഥങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം തന്നെ 1 മിനിറ്റ് മുഴുവൻ കാണിക്കുക എന്നുള്ളതല്ല. ഓരോ ഫ്രെയിംസിനും എന്തെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തടം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ തടം ഇദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമയാണ്. അതിൽ 2 ഇരട്ടകളായ 2 പേരെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ നടത്തുന്ന ഒരു കൊലപാതകത്തെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി സിനിമയിൽ 2 പേരെ കാണിക്കുമ്പോൾ ഒരാൾക്ക് നീല ടോണും മറ്റേ ആൾക്ക് ചുമന്ന ടോണും എന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ മുഴുവൻ കാണിച്ചിരിക്കുന്നത്. ആരാണ് ഈ മർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഓൾറെഡി ഏത് നിറം കൊണ്ടാണോ കാണിക്കേണ്ടത് അത് ഓൾറെഡി സിനിമയിൽ മർഡർ നടക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് പ്രേക്ഷകന് മനസ്സിലാകാത്ത രീതിയിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള കുറെ ഡീറ്റെയിൽസ്, ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് മീകാമൻ. അത്
അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മകിഴി തിരുമേനി ഫാൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും പറയാൻ തോന്നുന്നു. ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ, ഒരു വെറൈറ്റി അറ്റംപ്റ്റ് സിനിമകളൊക്കെ കാണാൻ താല്പര്യം ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ഒന്ന് കണ്ടു നോക്കാം.